എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞോ. അപ്പൊ നമുക്ക് നോക്കിയാലോ. ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി, തക്കാളി, പുതിനയില, മല്ലിയില അത് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കുക. ഒരു പാനിലേക്ക് ആവശ്യത്തിന് വേണ്ട നെയ്യ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് സ്പൈസസും പിന്നെ അരിഞ്ഞു വെച്ച സവാളയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാളയൊക്കെ നന്നായിട്ട് വാടി വരുമ്പോൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ പച്ചക്കുത്തൊക്കെ പോകുമ്പോൾ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടിയും, മുളക് പൊടിയും, മല്ലിപ്പൊടിയും പിന്നെ ചിക്കൻ മസാലയോടെ ചേർത്ത് കൊടുക്കണേ. മസാലയുടെ ഒക്കെ പച്ചമണം മാറി കഴിയുമ്പോൾ വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ച കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നേരത്തെ മഞ്ഞപ്പൊടിയും, ഉപ്പും, മുളക് പൊടിയും, തൈരും ചേർത്ത് മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. വെള്ളവും ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചിക്കനൊക്കെ നന്നായി വെന്ത് വരുമ്പോൾ വെന്ത ചിക്കൻ അതിൽ നിന്ന് കോരി മാറ്റി വെക്കാം. അതിലേക്ക് അരിക്ക് വേണ്ട ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ളതിലാണ് നമുക്ക് വെള്ളം എടുക്കേണ്ടത്. ആ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും നെയ്യും കൂടെ ചേർത്ത് നന്നായി തിളച്ചു വരുമ്പോൾ കഴുകി മാറ്റി വെച്ച അരി ഇട്ട് കൊടുക്കാം. മൂടി വെച്ച് വെള്ളമൊക്കെ വറ്റി പകുതി വേവായി കഴിയുമ്പോൾ നേരത്തെ മാറ്റി വെച്ച ചിക്കനും കൂടെ ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. എന്നിട്ട് അത് മൂടി വെച്ച് വെള്ളമൊക്കെ വറ്റി റൈസ് ഒക്കെ വന്നു കഴിയുമ്പോൾ സംഭവം സെറ്റ് ആട്ടോ. അപ്പൊ ഇത്ര സിമ്പിൾ റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ. അപ്പൊ ഇതുപോലത്തെ വീഡിയോസിനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.